നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്കൊരു പെൺകുട്ടിയെ ഒരക്ഷരം പോലും മിണ്ടാതെ ഇംപ്രസ് ചെയ്യാമെന്നാണ്. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവളെ വളയ്ക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നു ഒരക്ഷരം പോലും മിണ്ടാതെ നമുക്ക് ഏതൊരു പെൺകുട്ടിയെ എങ്ങനെ ഇംപ്രസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞിരുന്ന പോയിന്റുകളെല്ലാം 99% വർക്കിംഗ് ആയ കാര്യങ്ങളാണ്. പിന്നെ 1% കുറവുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കഴിവ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കഴിവ് കൂടി പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇംപ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഒരുപാട് ട്രിക്കുകൾ ഹെൽപ്ഫുള്ളായി, ഒരുപാട് വീഡിയോസ് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോയേക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളൊരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവളുടെ അടുത്ത് മിണ്ടണ്ട. നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും നിങ്ങളുടെ കോളേജിലാണെങ്കിലും ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങളൊരു എല്ലാവരും കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ കഴിവ് തെളിയിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സിലാണ് കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾ തെളിയിച്ച് നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഈ പറയുന്നൊരു പെൺകുട്ടിക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക ഇംപ്രസും കാര്യങ്ങളൊക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫുഡ് മേടിച്ച് കൊടുക്കാനല്ല, അതുമായിട്ടുള്ള ഒരു കമ്പനി, ആ ഒരു സംഭവങ്ങളൊക്കെ ബാക്കി പുറത്തുനിന്ന് ഒരാൾ നിങ്ങളുടെ കൂട്ടുകാരുടെ നിങ്ങൾ ഭയങ്കര ജോളിയായിട്ട് കമ്പനി ആയിട്ട് അവരെയൊക്കെ നല്ല സന്തോഷത്തിൽ കൊണ്ടുപോകണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നിങ്ങളുടെ തോന്നുമോ അവൻ ഭയങ്കര കമ്പനിയാലോ, അവൻ പൊളിയാലോ, അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ഇതാലോ, അങ്ങനെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുക. നിങ്ങൾ നല്ല ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ താല്പര്യമുള്ള പെൺകുട്ടി അത് കാണു ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു ഇംപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമതൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലാണെങ്കിലും അതുപോലെ കോളേജിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ച് പെട്ടെന്ന് ആൺകുട്ടികളോട് ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഇംപ്രഷനൊക്കെ തോന്നാനുള്ള ഏറ്റവും എളുപ്പം വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിലൊന്ന് ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പൊതുവേ നമ്മൾ ആൺകുട്ടികളെല്ലാം ക്ലാസ്സിൽ ഇച്ചിരി മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അപ്പോൾ അതിനിടയിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് ക്ലാസ്സിൽ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടവും അല്ലെങ്കിൽ ഒരു ഇംപ്രഷനൊക്കെ പെട്ടെന്ന് പെൺകുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നിങ്ങൾ ആ പെൺകുട്ടിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ല സ്മൈൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കണ്ണിൽ തന്നെ എന്താ പറയുക ഐ കോൺടാക്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഐ കോൺടാക്റ്റ് അവരുടെ അടുത്ത് കീപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ആളാണെന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല സ്മൈൽ കൊടുക്കാനും ഐ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കീപ്പ് ചെയ്യാനും ശ്രമിക്കുക. അടുത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഡ്രസ്സ് ധരിച്ച് അവരുടെ മുന്നിൽ വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ചിലപ്പോൾ കളർ കുറവായിരിക്കും, കളർ കൂടുതലായിരിക്കും, പക്ഷേ കളറൊന്നും ഒരു ഫാക്ടർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ നല്ല രീതിക്ക് ഡ്രസ്സ് ധരിച്ച് വരുവാണെങ്കിൽ ഏതൊരാൾ കണ്ടാലും വാവ് സൂപ്പർ എന്നുള്ള ആ ഒരു പറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഷർട്ട് ധരിക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല റെസ്പോൺസ് തന്നെയാണ്. അപ്പം അതിൻ്റെ ലിങ്ക് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ അതിൻ്റെ സംഭവം കൊടുത്തേക്കാം, നിങ്ങൾ കാണുക, അല്ലെങ്കിൽ താഴെ ലിങ്കോ കാര്യങ്ങളോ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഡ്രസ്സ് ധരിച്ച് തന്നെ അവരുടെ മുന്നിൽ വരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ഇപ്പം എന്ത് ഡ്രസ്സാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ, ഇപ്പോൾ ഷർട്ടാണെങ്കിൽ പോലും അത് പെർഫെക്റ്റ് ആയിട്ട് ധരിച്ച് നിങ്ങൾ അവരുടെ ഫ്രണ്ടിൽ വരാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അവരെ ഇംപ്രസ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഹൈജീനാണ്. അതായത് എപ്പോഴും നല്ല കുളിച്ച് വൃത്തിയായി അടിപൊളിയായിട്ട് മുടിയൊക്കെ നല്ല ചീവി ഒതുക്കി ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. താടിയാണെങ്കിലും മുടിയാണെങ്കിലും ഓവർ ആവാതെ, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓവർ ആവാതെ കറക്റ്റ് വെട്ടി ഒതുക്കി മനിയായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ഒരു ബോഡി അപ്പിയറൻസ് ആണ്. നിങ്ങൾ ഒരുപാട് വണ്ണം വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. ഒരുപാട് മെലിഞ്ഞിരുന്നാലും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഫിറ്റായ ബോഡി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും പെട്ടെന്ന് ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടാതെ തന്നെ നിങ്ങളുടെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ചില പോയിന്റുകളൊക്കെ കേട്ടപ്പോൾ വിചാരിക്കും സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിലിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന്. ഇപ്പോൾ ജനുവരി 1 തൊട്ട് സ്കൂളും കോളേജൊക്കെ തുറക്കുകയാണെന്നുള്ള ന്യൂസാണ് വന്നത്. അപ്പോൾ നിങ്ങൾ
ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്തിനാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു പെൺകുട്ടിയും ഒരക്ഷരം പോലും മിണ്ടാതെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പോയിന്റ് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് നിങ്ങൾ എല്ലാ പെൺകുട്ടികളും നിങ്ങളുടെ അടുത്ത് കമ്പനിയാണ്. ഇപ്പോൾ എല്ലാവർക്കും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾ നല്ല കമ്പനിയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ കുറച്ച് അവോയ്ഡ് ചെയ്ത് അവരുമായിട്ട് കമ്പനി ആവുന്നത് തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഇമ്പ്രഷൻ കാര്യം എന്തുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് മാത്രം കമ്പനി ആവുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി തോന്നി നമ്മുടെ അടുത്ത് വന്ന് പെട്ടെന്ന് മിണ്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ, അതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, നിങ്ങൾ കുറച്ച് പെൺകുട്ടികളൊക്കെ ആയിട്ട് എന്താ പറയുക കമ്പനിയായിട്ടിരുന്ന് അവർ വഴി എന്താ പറയുക ആ ഒരു പെൺകുട്ടിയോട് അപ്രോച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എന്താ പറയുക പെൺകുട്ടികളൊക്കെ വർത്താനം പറയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റായിട്ട് വെച്ചോ. നിങ്ങൾക്ക് പെൺകുട്ടികളൊക്കെ ആയിട്ട് ബാക്കിയുള്ള പെൺകുട്ടികൾ കമ്പനി ആയിട്ടിരിക്കുന്നു, ആ പെൺകുട്ടികളിൽ നിന്നൊരു ഇമ്പ്രഷൻ പിടിച്ചു പറ്റാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇനി ഇതൊരു വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കണം. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.